കീഴുപറമ്പ് ഗ്രാമപഞ്ചായത്ത്. ചാലിയാറിൻ്റെയും പോഷക നദിയായ ചെറുപുഴയുടെയും സ്നേഹസാമീപ്യം കൊണ്ട് അനുഗ്രഹീതമായ കൊച്ചുദേശം. മൂന്ന് ഭാഗവും പുഴയാൽ ചുറ്റപ്പെട്ടതുകൊണ്ട് തന്നെ മനോഹരമാണ് ഈ പ്രദേശം. നേരത്തെ ഊർങ്ങാട്ടേരി പഞ്ചായത്തിന് കീഴിലുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി 1977 ആഗസ്റ്റ് 1 കീഴുപറമ്പ് ഗ്രാമപഞ്ചായത്ത് രൂപം കൊള്ളുന്നത്. ഒരു കാലത്ത് വികസനം എത്തി നോക്കുക പോലും ചെയ്യാത്ത കുഗ്രാമം. 3 ഭാഗങ്ങളും അതിരിടുന്ന പുഴയ്ക്ക് പാലം ഇല്ലാത്തതിനാൽ പട്ടണങ്ങളുമായി ബന്ധപ്പെടാൻ പ്രയാസമായിരുന്നു. നല്ല റോഡുകളില്ല, വിദ്യാഭ്യാസ സൗകര്യങ്ങളില്ല, ആശുപത്രികളില്ല. എന്നാൽ കീഴുപറമ്പ് ഗ്രാമപഞ്ചായത്ത് രൂപീകൃതമായതോടെ സ്ഥിതി മാറി. ജനപ്രതിനിധികൾ നാടിൻ്റെ പുരോഗതിക്കായി അക്ഷീണം പ്രയത്നിച്ചു. ഞാൻ ആദ്യമായിട്ട് കച്ചവടം തുടങ്ങുമ്പോൾ ഊർങ്ങാട്ടി പഞ്ചായത്തായി. അന്ന് ഈ നാട്ടിൽ ആ പഞ്ചായത്തിൽ ഒരു വികസനപരമായിട്ടൊന്നും നടന്നിട്ടില്ല. കീഴുപറമ്പ് പഞ്ചായത്ത് വിഭജിച്ച് കിട്ടിയതിന് ശേഷം ഒരുപാട് വികസനങ്ങൾ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. വിദ്യാഭ്യാസപരമായിട്ടുണ്ട്, മറ്റ് പല കാര്യങ്ങളിലും. റോഡുകളാണെങ്കിൽ അത് വാഹനങ്ങളും എല്ലാം ഉണ്ട്. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ കുറച്ച് ഒരു 20 കൊല്ലത്തെ മുമ്പുണ്ട് വെള്ളം പുഴയിൽ പോയിട്ട് കൊണ്ടുവരലാണ്. നമ്മൾ ജോലിക്ക് പോകണ ആളേന് വെള്ളം ഇവിടെ എടുത്ത് വെച്ചിട്ടാണ് രാവിലെ പുഴയിൽ പോയി വെള്ളം കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ടാണ് പണിക്കണമെങ്കിൽ. അങ്ങനെ പിന്നെ വൈകുന്നേരം വന്നിട്ട് രാത്രിയായിട്ട് കുളിക്കാനാണെങ്കിൽ പുഴയിൽ പോകണം. അങ്ങനത്തെ ഒരു അവസ്ഥയിലേന്. ഒരു 10 കൊല്ലമായിട്ട് ഇഷ്ടംപോലെ വെള്ളമുണ്ട്, വാട്ടർ ഉണ്ട്, പിന്നെ ജലനിധിയുണ്ട്, സ്വജലധാരാണ്. പല വെള്ളം ഇവിടെ ഇഷ്ടംപോലെ സുലഭമായിട്ട് കിട്ടുന്നുണ്ട്. കീഴുപറമ്പ് പഞ്ചായത്തിൽ എൻ്റെ ചെറുപ്പത്തിലൊന്നും ഇവിടെ ഈ ഇങ്ങോട്ടുള്ള ഒരു സൗകര്യമില്ല. ഇവിടെ അടുത്ത് ഒരു വാഹനം കാണണമെങ്കിൽ അരീക്കോട് അങ്ങാടിയിലൊക്കെ പോകണം. ഇവിടെയാണെങ്കിൽ കടകൾ, റോഡുകൾ ഒന്നുമില്ലാത്ത സാഹചര്യത്തിൽ അവിടുന്ന് കുനിന്നൊക്കെ ഞങ്ങൾ കടയിൽ പോകണമെങ്കിൽ പാടത്തിൽ കൂടി വരണം. വെള്ളത്തിൽ ചില സമയത്തൊക്കെ മഴക്കാലത്താണെങ്കിൽ വെള്ളം നിറഞ്ഞെടുക്കും. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ വീട്ടിലെത്തിൽ. പിന്നെ ഇപ്പോഴത്തെ കാലം കുറേ പുരോഗതി വന്നിട്ടുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഞാൻ ഇപ്പോൾ കോളനിക്ക് റോഡായി. കുനിയിൽ അങ്ങാടിയിൽ കർഷക പോലെ കടകളും എല്ലാ സൗകര്യങ്ങളും ഇപ്പോൾ ഉണ്ട്. റോഡുകളാണെങ്കിൽ എല്ലായിടത്തേക്കും റോഡുകളാണിപ്പോൾ. കീഴുപറമ്പ് ആകെ റോഡാണ്. പഞ്ചായത്ത് തനത് ഫണ്ടുകൾക്ക് പുറമെ സർക്കാരിൻ്റെയും ജില്ലാ, ബ്ലോക്ക് പഞ്ചായത്തുകളുടെയും MLAയുടെയും ഒക്കെ ഫണ്ടുകളും പരമാവധി ഉപയോഗപ്രദമാക്കി. കഴിഞ്ഞ 5 വർഷത്തെ ഭരണ കാലഘട്ടത്തിൽ നാടിനു വേണ്ടി പരമാവധി സേവനം ചെയ്യാൻ സാധിച്ചെന്ന ചാരിതാർത്ഥ്യത്തിലാണ് പഞ്ചായത്ത് പ്രസിഡന്റ് MC സഫിയയും അംഗങ്ങളും. കീഴുപറമ്പ് ഗ്രാമപഞ്ചായത്ത് 2020 ഡിസംബർ മുതൽ തുടങ്ങിയ ഭരണസമിതിയുടെ 5 വർഷം പൂർത്തിയാക്കുകയാണ്. നമ്മുടെ പരിധിയിൽ നിന്നുകൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് കാഴ്ചവെക്കാൻ സാധിച്ചു. എടുത്തു പറയുകയാണെങ്കിൽ 57 കോടിയുടെ ജലജീവൻ പദ്ധതിയും, അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ ഓഡിറ്റോറിയം 1.5 കോടി രൂപ ചെലവഴിച്ചിട്ടാണ് അതിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ PHC ഹോസ്പിറ്റൽ 2.25 കോടിയുടെ ചെലവഴിച്ച് അതും 90% പണിയും നമുക്ക് പൂർത്തീകരിക്കാൻ ഈ കാലഘട്ടത്തിൽ സാധിച്ചിട്ടുണ്ട്. ലൈഫ് ഭവന പദ്ധതിയിൽ തന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും വീട് പൂർത്തീകരിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. അംഗനവാടികൾ 21 അംഗനവാടികൾ പുതിയ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്.
അതുപോലെ ഏത് മേഖല എടുത്താലും പഞ്ചായത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് നല്ല പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ വികസനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പഞ്ചായത്ത് ഭരണസമിതി, മറ്റു നല്ലവരായ നാട്ടുകാർ, വിവിധ രാഷ്ട്രീയ പ്രതിനിധികൾ, സ്റ്റാഫ് അംഗങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിനുവേണ്ടി സഹകരിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ അവസരത്തിൽ. 50 കോടി ഉറുപ്പികയോളം വരുന്ന ഒരുപാട് പദ്ധതികൾ, എല്ലാ മേഖലയിലുള്ള പദ്ധതികൾക്കും ഞങ്ങൾക്ക് തുടക്കം കുറിക്കാൻ കഴിയുകയും കഴിഞ്ഞ ഭരണസമിതികളുടെ തുടർച്ച എന്നുള്ള രീതിയിൽ ഈ വികസന പ്രവർത്തനങ്ങളൊക്കെ തന്നെ തുടർ നടപടികളുമായി മുന്നോട്ട് പോകാൻ സാധിച്ചു എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്, സന്തോഷമുണ്ട്. 57 കോടി ഉറുപ്പിക ചെലവഴിച്ചുകൊണ്ട് ജലജീവൻ മിഷൻ്റെ വലിയൊരു പദ്ധതി, ഏതാണ്ട് കേരളത്തിൽ തന്നെ 1-ാം നമ്പർ ആദ്യമായിട്ട് തന്നെ പൂർത്തീകരിക്കുന്ന ഒരു പദ്ധതിയാണ്. പഞ്ചായത്ത് 30 ലക്ഷം ഉറുപ്പിക ചെലവഴിച്ചുകൊണ്ട് അതിന് സ്ഥലമെടുക്കുകയും അതോടൊപ്പം പറഞ്ഞാൽ ഇവിടെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകൾ, അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ലൈനുകൾ, അതുപോലെ തന്നെ മറ്റ് ബന്ധപ്പെട്ട വീടുകളിലേക്കുള്ള കണക്ഷനൊക്കെ കൊടുത്തുകൊണ്ട് വലിയ രീതിയിലുള്ള എല്ലാവർക്കും ട്രീറ്റ് ചെയ്ത വെള്ളം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള വലിയൊരു പദ്ധതിയാണ് പൂർത്തീകരിച്ചത്. എല്ലാ റോഡുകളും ഏതാണ്ട് ധാർ ചെയ്ത് ഏതാണ്ട് ജനങ്ങൾ ആവശ്യപ്പെട്ട രീതിയിലുള്ള റോഡുകളൊക്കെ തന്നെ പൂർത്തീകരിക്കാനും സാധിച്ചു. മാലിന്യമുക്ത പഞ്ചായത്ത് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് ചെയ്തു വച്ചിട്ടുള്ളത്. നമുക്കറിയാം 24ഓളം വരുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അവർ ഈ മാലിന്യവുമായി ബന്ധപ്പെട്ട് എല്ലാ രീതിയിലുള്ള അതിന് പരിശോധിക്കുകയും അതിന് പ്രത്യേകം മെച്ചൈ, അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അതിന് പ്രത്യേക സ്ക്വാഡടക്കം പഞ്ചായത്ത് നിർണ്ണയിച്ചുകൊണ്ട് പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എവിടെയെങ്കിലും മാലിന്യ കൂമ്പാരങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെ ഉടനെ തന്നെ റിപ്പോർട്ട് ചെയ്താൽ അത് നേരെ ചെന്ന് അതിന് വേണ്ട നടപടികൾ എടുത്തുകൊണ്ട് ആ മാലിന്യമുക്ത പഞ്ചായത്തായി മാറ്റുന്നതിന് വേണ്ടിയുള്ള വലിയ രീതിയിലുള്ള ശ്രമങ്ങളും, അതോടൊപ്പം ജില്ലയിൽ തന്നെ 1-ാം നമ്പർ ആയിക്കൊണ്ട് ഈ നെറ്റ് സീറോ കാർബൺ പഞ്ചായത്തായി അംഗീകരിക്കാനും അതിൻ്റെ ജില്ലാതല ഉദ്ഘാടനം മലപ്പുറം ജില്ല ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് നമ്മുടെ കീഴുപറമ്പ് പഞ്ചായത്തിലായിരുന്നു. പിന്നെ പ്രധാനമായി പറഞ്ഞാൽ കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ ഈ പഞ്ചായത്തിൽ പറഞ്ഞാൽ 236ഓളം അയൽക്കൂട്ടങ്ങളിൽ 3000ഓളം വരുന്ന അംഗങ്ങൾ, അങ്ങനെയുള്ള ഒരു ശക്തമായിട്ടുള്ള ഒരു കുടുംബശ്രീ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല നമ്മുടെ അരീക്കോട് ബ്ലോക്കിൻ്റെ കീഴിൽ ഏറ്റവും കൂടുതൽ സംരംഭകരുണ്ടാക്കാൻ സാധിച്ചത് നമ്മുടെ കീഴുപറമ്പ് പഞ്ചായത്തിലായിരുന്നു. ഏതാണ്ട് 105ഓളം വരുന്ന സംരംഭങ്ങൾ അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പിന്നെ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായാലും വില്ലേജ് ഓഫീസായാലും അതുപോലെ തന്നെ ആശുപത്രി ആയാലും എല്ലാ മേഖലകളിലും വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം ആരോഗ്യരംഗം കീഴുപറമ്പ് പഞ്ചായത്തിൻ്റെ ഓരോ ഏരിയകളിലും സബ് സെൻ്ററുകൾ, ആ സബ് സെൻ്ററുടെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ്. എൻ്റെ തൊഴിലെൻ്റെ അഭിമാനം എന്നൊരു പദ്ധതി ഇവിടെ നടപ്പിലാക്കുകയും ഏതാണ്ട് 4500ഓളം വരുന്ന ആളുകൾ നമ്മുടെ സർവേയിൽ ഈ പഞ്ചായത്തിലെ ഉയർന്ന വിദ്യാഭ്യാസമുള്ള ധാരാളം ആളുകൾ ഈ തൊഴിൽ സംരംഭവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യുകയും ആ രജിസ്ട്രേഷൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളതിൻ്റെ സർവേ നടത്തിയപ്പോൾ ഏതാണ്ട് 4500ഓളം ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് അതിൽ കുറേ ആളുകൾക്കൊക്കെ തന്നെ ജോലി ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. കാർഷിക മേഖലയിലൊക്കെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. MLAയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം അരീക്കോട് ബ്ലോക്കിൻ്റെ കീഴിലുള്ള കാർഷിക മേള കീഴുപറമ്പ് പഞ്ചായത്തിൽ നടത്തണമെന്ന് പറയാൻ കാരണം ഈ പ്രദേശത്തെ ആളുകൾ കാർഷിക മേഖലയിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ, ക്ഷീരമേഖലയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ, പാലുൽപാദന രംഗത്തുള്ള മാറ്റങ്ങൾ ഇവിടുത്തെ പ്രദേശത്തെ ആളുകളുടെ വലിയ രീതിയിലുള്ള സഹായമുണ്ടതുകൊണ്ടാണ് പഞ്ചായത്തിന് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നടത്താൻ സാധിച്ചത്. അതിനൊക്കെ പഞ്ചായത്തിന് പ്രത്യേക കടപ്പാടുണ്ട്. കീഴുപറമ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാ വികസനങ്ങളിലും മികച്ച ജനപങ്കാളിത്തത്തോടു കൂടിയാണ് ഞങ്ങൾ നടപ്പിലാക്കി വരുന്നത്. ഉൽപ്പാദന മേഖലയിൽ 2,55,00,000-ലധികം രൂപയുടെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമ്പോൾ അത് പ്രകൃതിയെ സംരക്ഷിക്കുന്ന ജൈവവളത്തിന് 80 ലക്ഷത്തിലധികം രൂപയും അതുപോലെ തന്നെ ഭക്ഷ്യ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് 45 ലക്ഷം രൂപയോളം ആ മേഖലയിൽ ചെലവഴിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ക്ഷീരമേഖലയും ഒട്ടും പിറകിലല്ല എന്നുള്ളതാണ് ഇതിൽ സൂചിപ്പിക്കാനുള്ളത്. 500 ലിറ്റർ പാലുൽപാദനമുള്ള കീഴുപറമ്പ് ഗ്രാമപഞ്ചായത്ത് ഇന്ന് നിൽക്കുന്നത് 2000 ലിറ്റർ പാലുൽപാദനത്തിലാണ്. 2 സൊസൈറ്റികൾ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നത് എന്നുള്ളതും ഇതിൻ്റെ ഒരു മികവുറ്റ കാഴ്ചയാണ്. അതുപോലെ തന്നെ പാർപ്പിട മേഖലയിൽ ലൈഫ് ഭവന പദ്ധതി, PMAY, വീട് വാസയോഗ്യമാക്കൽ, സമ്പൂർണ്ണ ഭവന സുരക്ഷ പദ്ധതി എന്നുള്ള രീതിയിൽ 54 കോടിയുടെ പ്രവൃത്തികൾ ഞങ്ങൾക്ക് കാഴ്ചവെക്കാൻ സാധിച്ചു. 10 കോടിയുടെ പ്രവർത്തനമാണ് ശുചിത്വ മേഖലയിൽ ഈ ഒരു ഭരണസമിതിയുടെ കാലയളവിൽ കാഴ്ചവെക്കാൻ സാധിച്ചത് എന്നുള്ളതാണ്. ഒപ്പം എടുത്തു പറയേണ്ട മറ്റൊരു മേഖലയാണ് കുടിവെള്ളം. 6000 കുടുംബങ്ങൾക്ക് ജൽജീവൻ മിഷൻ പദ്ധതിയിലൂടെ 57 കോടിയുടെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമ്പോൾ ഗ്രാമപഞ്ചായത്തിൻ്റെ പദ്ധതി വിഹിതത്തിൽ 12 കോടിയുടെ പ്രവർത്തനങ്ങളും കാഴ്ചവെക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ
FHSCയുടെ കെട്ടിടം 1,43,00,000 ഹെൽത്ത് ഗ്രാൻഡും അതുപോലെ തന്നെ 1,15,00,000 MLA ഫണ്ടുമായി 2,22,00,000 രൂപയുടെ ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കുമ്പോൾ 15 കോടിയുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ പദ്ധതികളും നടപ്പിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. വിദ്യാഭ്യാസം 11 കോടിയുടെ വിദ്യാഭ്യാസ പ്രൊജക്റ്റുകൾ ഈ ഭരണസമിതിക്ക് കാഴ്ചവെക്കാൻ സാധിച്ചു. ജില്ലാ പഞ്ചായത്തിൻ്റെതായാലും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെതായാലും MLA ഫണ്ടായാലും വിവിധ സേവന മേഖലയിൽ റോഡിൻ്റെ പുനരുദ്ധാരണം, നവീകരണം, പുതിയ റോഡ് നിർമ്മാണം എന്നീ മേഖലയിലായി 15 കോടിയുടെ പ്രവർത്തനങ്ങളും ഈ ഭരണസമിതിക്ക് കാഴ്ചവെക്കാൻ സാധിച്ചു. ഈ ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ 18 അംഗനവാടികൾക്ക് സ്വന്തമായി കെട്ടിടമുണ്ടായിരുന്നെങ്കിൽ ഭരണസമിതിയുടെ കാലാവധി കഴിയുമ്പോൾ 21 അംഗനവാടികൾക്കും സ്വന്തമായി കെട്ടിടം സ്ഥാപിച്ചു എന്നുള്ളതാണ്. 12 കോടിയുടെ പദ്ധതിയാണ് അംഗനവാടികൾക്കായി ചെലവഴിക്കാൻ സാധിച്ചത്. ഗ്രാമപഞ്ചായത്തിൻ്റെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രൊജക്റ്റാണ് പ്രകാശപൂരിത ഗ്രാമം. എല്ലാ റോഡുകളിലും എല്ലാ സ്ഥലങ്ങളിലും പ്രകാശപൂരിതമാക്കാൻ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കാനും സ്ട്രീറ്റ് മെയിൻ വലിക്കാനും 50 ലക്ഷം രൂപയുടെ പദ്ധതികൾ കാഴ്ചവെക്കാൻ സാധിച്ചു. ഇതുപോലെ വാർഡ് 3 ജനപ്രതിനിധി എന്ന രീതിയിൽ വാർഡിലെ എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ മേഖലകളിലുമായി 5,70,00,000 രൂപയുടെ പദ്ധതി സ്വന്തം വാർഡിൽ നടപ്പിലാക്കാൻ സാധിച്ചു എന്നതിൽ അഭിമാനവും അതിലേറെ സന്തോഷവും അറിയിക്കുകയാണ്. ഇതിനുവേണ്ടി സഹകരിച്ച എല്ലാവരുടെയും പിന്തുണയ്ക്ക് കൃതജ്ഞത അറിയിക്കുന്നു. ഈ കഴിഞ്ഞ 5 വർഷക്കാലം ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്ക് ഈ പഞ്ചായത്തിൽ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷകരമായ അവസ്ഥയിലാണ് നമ്മൾ ഉള്ളത്. അതിൽ പ്രധാനമായും ഈ പഞ്ചായത്തിൽ പെൻഷനുകൾക്ക് അപേക്ഷിച്ച എല്ലാവർക്കും പെൻഷൻ അനുവദിക്കാൻ കഴിഞ്ഞു. വാർദ്ധക്യ പെൻഷന്, അതുപോലെ ഭിന്നശേഷി സ്കോളർഷിപ്പുകൾ, മറ്റെല്ലാ പെൻഷനുകളും നമുക്ക് അനുവദിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ വാർഡിനെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ എല്ലാവർക്കും നമുക്ക് വീട് കൊടുക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ഇപ്പോൾ അടുത്ത് ഉദ്ഘാടനം ചെയ്ത ഒരു സാംസ്കാരിക നിലയം, അത് ഏകദേശം 31.5 ലക്ഷം രൂപ ഫണ്ട് ചെലവഴിച്ചിട്ടായിരുന്നു അത് ചെയ്തിരുന്നത്. അത് കിഴുവറമ്പ് പഞ്ചായത്തിൻ്റെ ഫണ്ടിൽ നിന്ന് സ്ഥലം വാങ്ങുകയും ബാക്കി ഫണ്ട് ചെലവഴിച്ചിട്ടുള്ളത് ബ്ലോക്ക് പഞ്ചായത്തുകളുമാണ്. നമ്മളെ വാർഡിലാണെങ്കിൽ ഒരുപാട് പേർക്ക് ശൗചാലയം ഇല്ലാത്തൊരവസ്ഥയുണ്ടായിരുന്നു. അവർക്കെല്ലാം ശൗചാലയം ഉണ്ടാക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചെറുതും വലുതുമായ ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഈ കാലയളവിൽ പഞ്ചായത്തിൽ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് നമ്മുടെ ഈ സമയം കഴിഞ്ഞു പോകുന്നത്. ആരോഗ്യരംഗത്ത് ഏറെ പ്രാധാന്യം നൽകുന്ന പഞ്ചായത്താണ് കിഴുപറമ്പ് ഗ്രാമപഞ്ചായത്ത്. ഈ മേഖലയിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതിൽ ഏറെ സന്തോഷിക്കുന്നു. ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതി അംഗങ്ങളും അതുപോലെ തന്നെ നാട്ടുകാരുടെയും ഒരുമയോടും സഹായത്തോടും കൂടിയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഈ സമയത്ത് കഴിഞ്ഞത്. ബഹുമാന്യനായ PK ബഷീർ സാഹിബ് MLA സഹായത്താൽ NHM ഫണ്ടും അദ്ദേഹത്തിൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഗ്രാമപഞ്ചായത്തിൻ്റെ PHC FHCയിലേക്ക് ഉയരുകയും അതിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തുവാൻ സാധിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ PHCയുടെ കീഴിൽ 4ഓളം സബ് സെൻറ്ററുകളും ആ സബ് സെൻറ്ററുകളിലേക്കെല്ലാം ഫണ്ട് കൊണ്ടുവരാനും സ്വന്തമായിട്ട് കെട്ടിടം സ്ഥാപിക്കാനും സാധിച്ചു എന്നുള്ള ഏറെ അഭിമാനം തന്നെയാണ്. ഗ്രാമപഞ്ചായത്ത് ആരോഗ്യരംഗത്തേക്ക് ഒട്ടേറെ ഫണ്ടുകൾ നീക്കിവെക്കുന്നുണ്ട്. ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന 14-ാം വാർഡിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതും ഏറെ അഭിമാനകരമാണ്. ജനങ്ങളുടെ ക്ഷേമത്തിനായി ചുറുചുറുക്കോടെ വാർഡുകളിൽ ഓടി നടന്ന അംഗങ്ങൾ അവർ തൃപ്തരാണ്. തങ്ങളുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഇത്രയും സേവനം ചെയ്യാൻ സാധിച്ചല്ലോ എന്നതിൽ. പഞ്ചായത്തിൻ്റെ ഈ ഭരണകാലയളവിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ സാധിച്ചു. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. വാർഡുകളിൽ ഒട്ടനവധി പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ സാധിച്ച് ഇതുമായിട്ട് സഹകരിച്ച വാർഡുകളിലെ മുഴുവൻ അംഗങ്ങളെ ഇതിൻ്റെ നന്ദിയും കടപ്പാടും മെമ്പർ അറിയിക്കുകയാണ്. വാർഡിനകത്തെ എല്ലാ വികസന പ്രവർത്തനങ്ങളിലും കൃത്യമായിട്ടും നല്ല രീതിയിൽ ഏറ്റവും മുൻപന്തിയിലേക്ക് എത്തുന്ന രീതിയിൽ തന്നെ ഉള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിന് സഹായിച്ച നമ്മുടെ നാട്ടുകാർക്കും എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു. എല്ലാ മേഖലകളിലും എല്ലാ വികസനങ്ങളും ഈ 5 വർഷം കൊണ്ട് നടത്താൻ കഴിഞ്ഞു. പഞ്ചായത്തിന് എല്ലാവിധ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ ഒരു 5 വർഷ കാലഘട്ടത്തിനിടയ്ക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ ധാരാളം പ്രവർത്തനങ്ങൾ
5-ാം വാർഡിലോട്ട് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അർഹതപ്പെട്ടവർക്ക് വീടായിട്ടും വിവിധ റോഡുകളുടെ പുനരുദ്ധാരണമായിട്ടും അതുപോലെ തന്നെ ഭിന്നശേഷിക്കാർക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിച്ചു നൽകാൻ അങ്ങനെ വിവിധതരം പ്രവർത്തനങ്ങൾ പഞ്ചായത്തിന് കീഴിൽ നടത്താൻ സാധിച്ചിട്ടുണ്ട്. പഞ്ചായത്തിൽ വന്നതിന് ശേഷം സർക്കാരിൻ്റെ പല വികസന പദ്ധതികളും നമ്മുടെ വാർഡിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതിന് എന്നോടൊപ്പം സഹകരിച്ച നാട്ടുകാരെയും എൻ്റെ വാർഡിലെ വോട്ടർമാരെയും അതുപോലെ തന്നെ കിഴുപറമ്പ് ഭരണസമിതിയെയും ഞാൻ ഒരുപാട് അഭിനന്ദിക്കുന്നു. നമ്മുടെ മുമ്പിലുണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രശ്നം റോഡുകളില്ലാത്ത ഒട്ടനവധി കുടുംബങ്ങളായിരുന്നു. ആ കുടുംബങ്ങൾക്കൊക്കെ റോഡെത്തിക്കാനും അതേമാതിരി വീടില്ലാത്ത ആളുകൾ വീടുണ്ടാക്കാനും കുടിവെള്ളം, വെളിച്ചം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് പ്രവർത്തിച്ചത്. ഇതിനുമായിട്ട് സഹകരിച്ച എല്ലാ ആളുകൾക്കും, നാട്ടുകാരായ എല്ലാ ആളുകൾക്കും, ഗ്രാമീണ വാർഡുകൾക്കുള്ള ആളുകൾക്കൊക്കെ 1000 നന്ദി അറിയിക്കുകയാണ്. കിഴുപറമ്പ് പഞ്ചായത്തിലെ 7-ാം വാർഡ് മെമ്പർ എന്ന നിലയിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനും അതുപോലെ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ ഒട്ടുമിക്കതും നിറവേറ്റുന്നതിനും സാധിച്ചിട്ടുണ്ട് എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് നിങ്ങളെ അഭിമുഖീകരിക്കുന്നത്. ഈ കാലയളവിൽ പ്രത്യേകിച്ച് 7-ാം വാർഡിലെ ജനങ്ങളോടും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എല്ലാവരോടും, സഹകരിച്ച നാട്ടുകാരോടും അതോടൊപ്പം തന്നെ പഞ്ചായത്തിലെ മറ്റു ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാർ, മറ്റു പഞ്ചായത്തിലെ പൊതുജനങ്ങളെ എല്ലാവരുടെയും നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ കഴിഞ്ഞ 5 വർഷക്കാലം എല്ലാവരുടെയും സഹകരണത്തോടു കൂടി ഗ്രാമപഞ്ചായത്ത് മെമ്പർ എന്നുള്ള നിലയ്ക്ക് സേവനം ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. തീർത്തും നീതിപൂർവ്വവും സത്യസന്ധവുമായിട്ടാണ് ഈ 5 വർഷത്തെ മുഴുവൻ ആനുകൂല്യങ്ങൾ നമ്മൾ നൽകിയിട്ടുള്ളത്. ഏതായിരുന്നാലും ഈ സന്ദർഭത്തിൽ എല്ലാവരോടും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്.